ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ പള്ളിയിൽ പോയി തിരിച്ച് വരുമ്പോൾ നമ്മളെ കൂടെ ഉണ്ട് ഒരു അനിയത്തിയായിട്ടുള്ള അവളെ ഏട്ടത്തിൻ്റെ വീടാണിത്. അപ്പം നമ്മളെല്ലാവരും ഇതൊരു കുടുംബക്കാരെ വീടാത്. അപ്പം നമ്മളങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു ഹൈറാക്കട്ടെ. നല്ല വീട്, ഒരുപാട് കാലം ഇത് നിലനിന്ന് പോട്ടെ. എല്ലാവർക്കും ഇതിൽ പാർക്കാനും സന്തോഷത്തോടു കൂടെ ജീവിക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ആമീൻ യാ റബ്ബുൽ ആലമീൻ. പള്ളിയിൽ പോയി തിരിച്ച് വരുമ്പോൾ കയറിയതാണ് നമ്മൾ കേട്ടോ. ഇവിടെ എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവരെ വീട്. അതിനെക്കൊണ്ട് അവിടെയും കൂടെ ഒന്ന് നമുക്ക് കയറാൻ പറ്റി. അൽഹംദുലില്ലാ, കാണാൻ പറ്റി. മമ്മിക്ക് ഞാൻ തന്നെ കട്ടാക്കും, ഒഴിവാക്കും. മറ്റല്ല ഓരോന്നുമില്ല. അങ്ങോട്ട് പോണില്ല കേട്ടോ. ഞാൻ വാവക്കുട്ടി നോക്കണേ, വീണല്ല. മമ്മി നടന്നോളി. മമ്മി ഒറ്റതിലെടുക്കാം. ഞാൻ നിങ്ങളല്ലേ പറഞ്ഞ ഒറ്റതിലെടുക്കണം. ഡൈനിങ് ഹാളിന്ന് വെളിച്ചുണ്ട്, ലൈറ്റിൻ്റെ വെളിച്ചുണ്ട്. പാത്തൂസേ, എന്താ പാത്തൂനൊരു മടി പോലെ, വെറുപ്പ് പോലെ? എന്താണ്? വെള്ളച്ചാട്ടത്തിൽ പോവാനോ? ആ ആ നിങ്ങൾക്ക് അങ്ങനെ വീട്ടിനുള്ളിൽ ഇരുന്ന് ഞാൻ ഏടി പോവുകയില്ല. പോയപ്പോൾ അൽഹംദുലില്ലാ വളരെയധികം സന്തോഷമായി. ഫസ്റ്റിൽ നമ്മൾ ഇറങ്ങിയ പള്ളിയിലേക്ക് അവിടെയും കണ്ട് ഇവിടെയും കണ്ട്. ഇനി വേറെ ഒന്നും കൂടെ ഇടാനുണ്ട്. ഒരു അനിയത്തിൻ്റെ വീടുണ്ട്, അതിൽ നമ്മൾ പോയി രാത്രി നാസ്തൊക്കെ കഴിച്ചാണ്. ഇൻഷാ അല്ലാഹ് അതും കൂടെ ഇടണം. വേറെന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിരിക്കട്ടെ. സുഖം, സമാനം, സന്തോഷം, ആയുസ്സും ആരോഗ്യം, ആഫിയത്തും ദീർഘായുസ്സും എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ മക്കളെ. വ്യാധിയിൽ നിന്ന് അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. നിസ്കാര റൂം, നിസ്കാര റൂമാണ് കേട്ടോ അത്. നിസ്കാര റൂം, ഇത് വേറൊരു റൂം. ഓക്കെ, അതെ. ഇനി ഓഫാക്കട്ടെ. ഇതൊന്ന് കേറട്ടെ. ഞാൻ വേണ്ട, ഞാൻ വീട്ടിൽ ഇത് മോൾ ഭാഗമാണ് കേട്ടോ. മുകളിലേക്ക് കയറിപ്പോയിട്ട് എടുക്കാമെന്ന് അറിഞ്ഞ് ഇച്ചിരി ഇവിടെ ഇരിക്കട്ടെ, എന്നിട്ടൊന്ന് മുകളിൽ പോകണം. അങ്ങനെ നമ്മളെ പാത്തുകൊണ്ട് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. പാറിപ്പറന്ന് നടക്കുകയാണ് ഓള്. അങ്ങനെ ഓള് കയറിപ്പോവാണ്. ചില നേരമൊക്കെ ഒരു മൂഡൗട്ടാണ്, ചില നേരം ഓള് ശരിയാവും. ഇവിടുന്ന് ചില നേരം ഞാൻ വീഡിയോ വിളിച്ചാലൊന്നും ഓള് വരില്ല.
ഇപ്പോൾ ഭയങ്കര മടിച്ചാണ് വീഡിയോയിലേക്ക് നിൽക്കാൻ വരാനൊക്കെ. വലിച്ച് കൂട്ടുന്ന അവളെ ഞാൻ. അവളുണ്ടാകുമ്പോൾ എനിക്കൊരു സമാധാനമായി. ഒറ്റപ്പെട്ട മാതിരി തോന്നി ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാകുമ്പോൾ. വേറെന്താണ്, സുഖമായിരിക്കട്ടെ കേട്ടോ. എല്ലാവർക്കും ആ ഒരു പ്രാർത്ഥനയുള്ളൂ ഏത് സമയത്തും മക്കളെ കാണുക, ഉമ്മാനെ സപ്പോർട്ട് ചെയ്യുക, ഉമ്മാനെ സപ്പോർട്ട് ചെയ്യുക. ആരും ഉമ്മാനെ മറക്കല്ലേ, താത്താനെ മറക്കല്ലേ. ഇങ്ങനെയൊക്കെയല്ല നിങ്ങൾ ലൈവിൽ വന്നാൽ ഉമ്മാനെ വിളിക്കല്ലോ. അതിനെക്കൊണ്ടാട്ടോ ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത്. അതിനെക്കൊണ്ട് ഇൻഷാ അല്ലാ എല്ലാവരും ഉമ്മാനെ സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങൾക്കറിയാലോ ഇപ്പോൾ വാച്ച് അവർ ഭയങ്കര കുറവാണ്. ഒന്നേറെ ഞാൻ ലൈവിലിരിക്കായിട്ടാണ് എനിക്ക് ഇപ്പോൾ ഭയങ്കര മടി ലൈവിലിരിക്കാൻ. ഇത് ഇങ്ങനെ കുത്തിരിഞ്ഞ് വിച്ചക്കാരായി അടുക്കി തരി സപ്പോർട്ട് ഇങ്ങനെ ഇറക്കാൻ എനിക്ക് ഒന്നേറെ മടി. പിന്നെ എനിക്ക് കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്. രാത്രിയാകുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന കുറേ മക്കളുണ്ട്. അവരൊന്ന് കണ്ട് അവരോടൊന്ന് സംസാരിച്ചിട്ട് പോവാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാൻ അവരെ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അതിൽ ആരെങ്കിലുമൊക്കെ നമ്മളോട് സ്നേഹമുള്ളവരുണ്ടെങ്കിൽ എന്ന് ഇറങ്ങും, സപ്പോർട്ട് ചെയ്യും. അത് കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ്. അത്രയേ ഉള്ളൂ. അങ്ങനെ വേറെ എന്താണ് വിശേഷങ്ങൾ? ഇങ്ങനെ കണ്ടിട്ട് അമ്മാൻ്റെ വർത്താനം നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സപ്പോർട്ട് ചെയ്യാത്തവരോട് പറയില്ല, സപ്പോർട്ട് ചെയ്യുന്നവരോടാണ് കേട്ടോ. അപ്പോൾ 2, 3, 4 പ്രാവശ്യമൊന്നും ലൈവിലിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഇരുന്നാലൊക്കെ കിട്ടുന്നുമില്ല. പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്, ഇറക്കണോലായി ഇങ്ങനെ ഇരിക്കണ്ടല്ലോ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനെക്കൊണ്ട് നല്ല കുട്ടികളെല്ലാവരും ഉമ്മാനെ സപ്പോർട്ട് ചെയ്യുക, മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.